നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ ജൈത്രയാത്ര അവസാനിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കൾ കൂട്ടത്തോടെ മമതയെ കൈവിട്ടിരിക്കുന്നു. അധികാരം നിലനിർത്തുന്നതിനായി ന്യൂനപക്ഷ പ്രീണനം അതിന്റെ ഏറ്റവും അങ്ങേത്തലയ്ക്കൽ എടുത്തു പ്രയോഗിച്ച മമതയ്ക്ക് അനിവാര്യമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാകുമെന്നുള്ള സൂചനകളാണിപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നത്. വന്ദേ മാതരം ആലപിക്കുന്ന ആളുകളെ വർഗീയവാദികളായി ചിത്രീകരിക്കുകയും നുഴഞ്ഞുകയറ്റക്കാരെയും ഭീകരവാദികളെയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാർ എന്ന വലിയ പ്രഖ്യാപനമാണ് BJP നടത്തുന്നത്. എന്തായാലും മുർഷിദാബാദിൽ ബാബ്രി മസ്ജിദ് പണിയാനിറങ്ങിയ ഹുമയൂൺ കബീറിന്റെയും മമതാ ബാനർജിയുടെയും പാർട്ടിക്ക് ഇനി വോട്ടില്ല എന്ന് പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കൾ ഒന്നടങ്കം തീരുമാനമെടുക്കുന്നു. കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ തേരോട്ടത്തിനാണ് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് തിരശ്ശീല വീഴുന്നത്. മമതാ ബാനർജി എന്ന ഒരു രാഷ്ട്രീയ നേതാവ് വർഗീയതയും ന്യൂനപക്ഷ പ്രീണനവും ഹിന്ദു വിരോധവും മുഖമുദ്രയാക്കി ഇത്രയും കാലം കെട്ടിപ്പടുത്ത കോട്ട കൊത്തളങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴാൻ പോകുന്നു. തീക്കൊള്ളി കൊണ്ടാണ് മമത തലചൊറിഞ്ഞത്, അതിൽ യാതൊരു സംശയവുമില്ല. അധികാരത്തിന് വേണ്ടി ഇത്രത്തോളം ഒരു നേതാവ് തരം താഴുമോ എന്ന് പോലും ഭയപ്പെട്ടു പോയ പല നീക്കങ്ങളും മമതയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് SIR-നെതിരെയുള്ള സമരത്തിനൊപ്പം മുർഷിദാബാദിൽ പുതിയൊരു ബാബ്രി മസ്ജിദ് പണിയുമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ MLA ഹുമയൂൺ കബീറിന്റെ പ്രഖ്യാപനം. ഡിസംബർ മാസം 6-ാം തീയതി അതിന്റെ തറക്കല്ലിടൽ വരെ മുർഷിദാബാദിൽ നടന്നു. അപ്പോഴും കോടതിയടക്കം മമതാ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഫലമായി എന്തെങ്കിലും കലാപങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, വർഗീയ ചേരിതിരിവുണ്ടായി സംഘർഷത്തിൽ നീങ്ങുകയാണെങ്കിൽ മമതാ സർക്കാരിനായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം. നിങ്ങളൊരു ഭരണകൂടമാണ്, ജനങ്ങളെ തമ്മിലടിപ്പിക്കാനല്ല, ജനങ്ങളെ ഒന്നിച്ചു നിർത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് കോടതിക്ക് പോലും പറയേണ്ടി വന്നു. നമുക്കറിയാം, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു ഭരണകൂടം തന്നെയാണ് മമതാ ബാനർജിയുടെ ഭരണകൂടം. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി അവിടെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ, BJPയുടെ പ്രവർത്തകരെ അടിച്ചമർത്തുകയും കായികമായി നേരിടുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം. ആ ഭരണകൂടത്തിന് ഏറ്റവും വലിയ അടുപ്പവും ആ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പിന്തുണയും ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ നുഴഞ്ഞുകയറ്റക്കാർക്കുമാണ്. ഏകദേശം 1 കോടി മുതൽ 1.5 കോടി വരെ അനധികൃത ആധാർ കാർഡുകൾ പശ്ചിമ ബംഗാളിൽ വിതരണം ചെയ്തു എന്നുള്ളത് നേരത്തെ പുറത്തു വന്ന വാർത്തകളാണ്. അപ്പോൾ സ്വാഭാവികമായും 1 കോടി മുതൽ 1.5 കോടി വരെ വ്യാജ വോട്ടർമാർ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിലുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനും ഇത് കൃത്യമായി പരിഷ്കരിക്കുന്നതിനുമാണ് SIR നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിനെതിരെ വലിയ പ്രക്ഷോഭവും പ്രതിഷേധവുമാണ് മമതാ ബാനർജി സർക്കാർ നടത്തിയത്. അതിന്റെ കാരണം മറ്റൊന്നല്ല, ഈ കള്ള വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയാൽ മമതാ ബാനർജിക്ക് പിന്നീട് പശ്ചിമ ബംഗാളിൽ അധികാരം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ SIR പശ്ചിമ ബംഗാളിൽ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. ഇതിൽ തന്നെ പരാജയം മണത്ത മമതാ ബാനർജിയും കൂട്ടരും നടത്തിയ മറ്റൊരു കളിയാണ് ബാബ്രി മസ്ജിദ് പണിയും എന്നുള്ളത്. അത് മമതാ ബാനർജിയുടെ അടിവേരിളക്കുന്ന ഒരു തീരുമാനമായി പോയി. ഒടുവിൽ മുഖം രക്ഷിക്കാൻ ഹുമയൂൺ കബീർ എന്ന തന്റെ വിശ്വസ്തനെ പാർട്ടിയിൽ നിന്നും തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു മമത. ഇതുകൊണ്ടൊന്നും ഈ ചെയ്തതിന്റെ തെറ്റ്, പിഴ, ശിക്ഷ തീരില്ല എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു. മമതാ ബാനർജിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്ന് തന്നെയാണ് പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി പറയുന്നത്.